ഹലോ. അങ്ങനെ നമ്മൾ 9th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 9th ചാപ്റ്ററിൻ്റെ പേരാണ് സ്വതന്ത്രത കി ഓർ. സ്വതന്ത്രത, ഇൻഡിപെൻഡൻസ്. നിങ്ങൾക്കറിയോ എന്താ സ്വതന്ത്രത, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ? എല്ലാ വർഷവും നിങ്ങൾ സ്കൂളിൽ ഓഗസ്റ്റ് 15-ന് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്നും അതിനെപ്പറ്റിയും നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും ഉണ്ടായിരിക്കും. പണ്ട് കാലത്ത് ബ്രിട്ടീഷ് സർക്കാർ, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന, ബ്രിട്ടൻ എന്ന് പറയുന്ന വേറൊരു രാജ്യം, അവിടുത്തെ സർക്കാരും അവിടുത്തെ ആൾക്കാരും ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ഇപ്പം മന്ത്രിമാരൊക്കെ ഇല്ലേ, അതേപോലെ ബ്രിട്ടീഷ് സർക്കാരായിരുന്നു നമ്മളെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ ഭരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട പോലെ അവർ ചെയ്യും. എന്നിട്ട് ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരെയോ അവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നമുക്കിഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ അവർ നമ്മളെ അനുവദിക്കുമായിരുന്നില്ല ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാവരും കൂടി കുറേ നേതാക്കളും കുറേ ആൾക്കാരും കുറേ കാലങ്ങളായിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത്, ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ഫൈറ്റ് ചെയ്ത് നമ്മൾ ഈ ബ്രിട്ടീഷ് സർക്കാരിനെ ഇന്ത്യയിൽ നിന്നും അവരെ നാടുകടത്തി. അങ്ങനെ ഇന്ത്യ ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിൽ, നമുക്ക് സ്വന്തമായിട്ടൊരു ഗവൺമെൻറ് ഉണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുന്ന ഇന്ത്യ എന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് മാറി. അപ്പം ഈ കഥ നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങളൊക്കെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആളാണ് മഹാത്മാ ഗാന്ധിജി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മഹാത്മാഗാന്ധിജി ആരാണ്? ഫാദർ ഓഫ് ദ നേഷൻ എന്നറിയപ്പെടുന്ന ആളാണ് മഹാത്മാഗാന്ധിജി, അല്ലെങ്കിൽ ബാപ്പുജി എന്നൊക്കെ പറയും. മഹാത്മാഗാന്ധിജി എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഗുജറാത്തിൽ അഹമ്മദാബാദിൻ്റെ അടുത്ത് സബർമതി എന്ന് പറഞ്ഞ ഒരു ആശ്രമം പണിഞ്ഞു. അവിടെ ആശ്രമത്തിൽ ഗാന്ധിജിയെ പോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തുകൂടാനും ചർച്ച ചെയ്യാനും ഒക്കെ തുടങ്ങി. ആ ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ വ്യൂ പോയിന്റിലുള്ള ഒരു കഥയാണ് ഈ ചാപ്റ്റർ. അപ്പോൾ വലിയ ഇൻട്രൊഡക്ഷനായി പോയി, സാരില്ല, നമ്മൾ ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് തന്നെ പോവാണ്. ധനി കോ പതാ താ കി ആശ്രം മേ കോയി ബഡി യോജന ബൻ രഹി ഹെ. ധനി, അതാണ് ഈ ചാപ്റ്ററിലെ ക്യാരക്ടറിൻ്റെ പേര്. ഇതാണ് ധനി. ധനി കോ പതാ താ കി ആശ്രം മേ. ധനിക്ക് അറിയാമായിരുന്നു ആശ്രമത്തിൽ ബഡി യോജന. യോജന എന്നാൽ എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് എന്ന് ധനിക്ക് മനസ്സിലായി. കാരണം വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എന്തൊക്കെയോ ചർച്ചകളൊക്കെ നടത്തുകയാണ്. ധനി കൊച്ചുകുട്ടിയല്ലേ, അപ്പം ധനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന്. പർ ഉസേ കോയി കുച്ച് ന ബതാത്ത. പക്ഷേ ധനി കൊച്ചുകുട്ടിയായതുകൊണ്ട് അവനോട് ആരും പ്രത്യേകിച്ചൊന്നും പറയാറില്ല. വേ സബ് സമജ്തേ ഹേ കി മേ 9 साल का हूँ इसलिए मैं बुद्धू हूँ. ആശ്രമത്തിലുള്ള എല്ലാവരും സമജ്തേ, വിചാരിക്കുന്നത് കരുതുന്നത്, മേ 9 साल का हूँ, ഞാൻ 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ഞാനൊരു ബുദ്ധു ഹേ, ഒരു മണ്ടനാണ് എന്നാണ് എല്ലാവരും കരുതുന്നത്. പർ മേ ബുദ്ധു നഹി ഹൂ, ഞാനൊരു ബുദ്ധു അല്ല. ധനി മൻ ഹി മൻ ബഡ്ബഡായ. ഇതൊക്കെ ധനി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഡ്ബഡായ എന്ന് പറഞ്ഞാൽ മനസ്സിലിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ബുദ്ധു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്, അതൊന്നുമല്ല, എനിക്കറിയാം അവിടെ എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് എന്ന്. ധനി और उसके माता पिता बड़ी खास जगह में रहते थे. ധനിയും അവൻ്റെ മാതാപിത, അച്ഛനും അമ്മയും ബഡി ഖാസ് ജഗ, ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്തായിരുന്നു താമസിക്കുന്നത്. അഹമ്മദാബാദ് കെ പാസ്. അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അഹമ്മദാബാദ് കെ പാസ് മഹാത്മാഗാന്ധി കെ സബർമതി ആശ്രമേ. ധനി എവിടെയാണ് താമസിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിലായിരുന്നു ധനി താമസിച്ചിരുന്നത്, അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. जहाँ पूरे भारत से लोग रहने आते थे.
ഈ ആശ്രമത്തിൽ ഇവർ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്രീഡം ഫൈറ്റ് ചെയ്യാനും ഒക്കെ പല ആൾക്കാരും വരുമായിരുന്നു. ഈ ആശ്രമത്തിൽ വന്ന് താമസിക്കാറും ഉണ്ടായിരുന്നു. गांधी जी की तरह वे सब भी भारत की स्वतंत्रता के लिए लड़ रहे थे. ഗാന്ധിജിയെ പോലെ തന്നെ ഇവിടെ താമസിക്കുന്ന മറ്റാളുകളും അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളായിരുന്നു. ജബ് വേ ആശ്രം മേ ടഹർത്തെ എന്ന് പറഞ്ഞാൽ താമസിക്കുക. അപ്പോൾ അവരെല്ലാവരും ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് ചർക്കെ पर ഖാദി का सूत काटते, भजन गाते और गांधी जी के ബാത്തെ സുൻത്തെ. അവർ ഈ ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് ചർക്കയിൽ ഖാദിക സൂത് കാത്തെ, ഇതാണ് ചർക്ക. ചർക്ക എന്ന് പറഞ്ഞ ഒരു ഉപകരണമാണ്. ഇത് കോട്ടൺ പ്ലാന്റിൽ നിന്നൊക്കെ കോട്ടൺ എടുത്തിട്ട് ഇതിൽ നൂലുണ്ടാക്കാൻ പറ്റും. സൂത്ത് കാത്തെ എന്ന് പറഞ്ഞാൽ നൂല് ഉണ്ടാക്കിയെടുക്കുക, ത്രെഡ് ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയാണ്? ഖാദി. ഖാദി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ക്ലോത്താണ്. ആൾക്കാർ കൈകൊണ്ട് ഇതേപോലെ ഉണ്ടാക്കുന്ന നൂലുകൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കട്ടിയൊക്കെ പോലെയുള്ള ഒരു ക്ലോത്തിനാണ് ഖാദി എന്ന് പറയുന്നത്. അത് പിടിക്കുമ്പം കുറച്ച് കട്ടിയൊക്കെ ആണെങ്കിലും ഇടാൻ ഭയങ്കര നല്ലതായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഭജൻ ഗാത്തെ, ഭക്തിഗാനങ്ങളൊക്കെ പാടും. ഗാന്ധിജിയുമായിട്ട് സംസാരിച്ച് അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കും. സബർമതി മേ സബ്കോ കോയി ന കോയി കാം കർനാ ഹോത്താ. സബർമതിയിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടി വരും. കാരണം എന്താ? അവിടെ എല്ലാവർക്കും വേറെ ജോലിക്കാരൊന്നും ഉണ്ടാവില്ല. അവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും. കുറച്ച് പേര് ഖാന പക്കാന, ബർത്തൻ ധോന, കപ്പടേ ധോന, കുएं से पानी लाना, गाय और बकरियों का दूध दूहना और सब्जी उगाना, അങ്ങനെ പല പല ജോലികൾ. എന്തൊക്കെയാ ജോലികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഖാന പക്കാന, ഭക്ഷണം ഉണ്ടാക്കുക. ബർത്തൻ ധോന, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളില്ലേ, ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുക. കപ്പടേ ധോന, വസ്ത്രങ്ങൾ ഡ്രസ്സുകളൊക്കെ അലക്കുക. കുവേസെ പാനിലാന, അന്നത്തെ കാലത്ത് ടാപ്പും പൈപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിണറിൽ നിന്നോ കുളത്തിൽ നിന്നോ ഒക്കെ വെള്ളം എടുത്തിട്ട് കൊണ്ടുവരണമായിരുന്നു. ഗായ് ഓർ ബക്രിയോം കാ ദൂത് ദുഹന, ഇവിടെ ആശ്രമത്തിൽ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാവും, പശുക്കളും ആടുകളും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ പാല് കറന്നെടുക്കണം. ഓർ സബ്ജി ഉഗാന, പച്ചക്കറികളൊക്കെ നട്ടു വളർത്തണം. അങ്ങനെ പല പല പണികളുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന ഓരോരുത്തരും തന്നെ ഈ ഓരോരോ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. ധനി കാ കാം ദാ ബിന്നിക്ക് ദേഖ്ഭാൽ കർണ. നമ്മുടെ ധനിയുടെ ജോലി എന്തായിരുന്നു? ബിന്നിക്ക് ദേഖ്ഭാൽ കർണ. ബിന്നി ആശ്രം കി ഏക് ബക്കരി ദി. ബിന്നി എന്ന് പറഞ്ഞാൽ ആശ്രമത്തിലുള്ള ഒരു ബക്കരി, ഗോട്ടാണ്. അതിൻ്റെ ദേഖ്ഭാൽ കർണ, അതിനെ നോക്കി വളർത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ധനിയുടെ ജോലി. ധനിക്കോ അപ്നാ കാം പസന്ത് ദാ. ധനിക്ക് ആ ജോലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്യോങ്കി ബിന്നി ഉസ്കി സബ്സെ അച്ചി ദോസ്ത് ധി. കാരണം എന്താ? ബിന്നി, ഈ ഒരു ഗോട്ട് അല്ലെങ്കിൽ ആട് ധനിയുടെ വളരെ നല്ല സുഹൃത്തായിരുന്നു. ദോസ്ത് ധി. ധനിക്കോ ഉസ്സെ ബാത് കർണ അച്ചാ ലഗ്താ ഥാ. ധനി എപ്പോഴും ബിന്നിയുടെ കൂടെയാണ്. അതുപോലെ ധനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ബിന്നിയോട് പറയും. ബിന്നി അതൊക്കെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ധനി ബിന്നിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. उस दिन सुबह धनी बिन्नी को हरी घास खिलाकर उसके बर्तन में पानी डालते हुए बोला. അന്ന് രാവിലെ ബിന്നിക്കോ ഹരി ഘാസ്, പച്ച പുല്ല്, ഖിലാക്കർ, പച്ചപ്പുല്ല് കഴിക്കാൻ കൊടുത്തിട്ട് ഉസ്കെ ബർത്തൻ മേ, അതിൻ്റെ പാത്രത്തിൽ പാനി ഡാൽത്തെ ഹുയേ, വെള്ളം ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നോക്കിക്കൊണ്ട് അതിന് ഇലയൊക്കെ കൊടുത്ത് അതിന് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനോടായിട്ട് പറഞ്ഞു, കോയ് ബാത് ജറൂർ ഹേ ബിന്നി. എന്തോ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. ജറൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും, എന്തോ ഒരു കാര്യം ഉറപ്പായിട്ടും ഇവിടെ നടക്കുന്നുണ്ട്. വേ സബ് ഗാന്ധിജി കെ കമറേ മേ ബൈഠ് കർ ബാത്തേം കർത്തേ ഹേ. ഇവിടെയുള്ള എല്ലാവരും
ഗാന്ധിജി കെ കമരേമേ ഗാന്ധിജിയുടെ മുറിയിൽ ഇരുന്നിട്ട് ബാത്തേം കർത്തേ ഹേ സംസാരിക്കുകയാണ്, എന്തോ കാര്യമായ ചർച്ച നടത്തുകയാണ്. കോയി യോജന ബനായി ജാ രഹി ഹേ എന്തോ ഒരു വലിയ പ്ലാനിങ്, യോജന എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. മേ സാബ് സമജ്താ ഹോ എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ബിന്നീനെ ഘാസ് ചബാത്തേ ഹുയേ ചബാത്തേ എന്ന് പറഞ്ഞാൽ ആ ഒരു പുല്ല് ചവച്ചുകൊണ്ട് സിർ ഹിലായ തലയൊന്ന് ഇളക്കി. ജൈസേ കി വഹ് ധനി കി ബാത് സമജ് രഹി ഹോ ബിന്നി പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ പുല്ലും ചവച്ചുകൊണ്ട് ബിന്നി തലയൊന്ന് ഇളക്കി. ധനിക്കോ ഭൂക്ക് ലഗി അങ്ങനെ ഇരിക്കുമ്പോൾ ധനിക്ക് വിശക്കാൻ തുടങ്ങി. ഭൂക്ക് ലഗി. कूदती फादती बिन्नी को लेकर वह रसोई घर की तरफ चला. കൂതത്തി ഫാദത്തി നമ്മൾ മുന്നിലെ ചാപ്റ്ററിലും നോക്കിയിട്ടുണ്ടത്. കൂതത്തി ഫാദത്തി എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാട്. നമ്മൾ ആടൊക്കെ എങ്ങനെയാണ് തുള്ളിച്ചാടി ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടൊക്കെയാണ് പോവുക അല്ലേ, അതിന് പറയുന്നൊരു പേരാണ് കൂതത്തി ഫാദത്തി. രസോയി ഘർ കി തരഫ് ചല അടുക്കളയുടെ അടുത്തേക്ക് പോയി. उसकी माँ चूल्हा फूक रही थी और कमरे में धुआं भर रहा था. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്. ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ കിച്ചണിൽ ഗ്യാസിൻ്റെ അടുപ്പായിരിക്കും അല്ലേ. ഇപ്പം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് തീ കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കത്തും. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ എല്ലാ സ്ഥലത്തും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെയുള്ള അടുപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വിറകുകൾ കത്തിച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്തിരുന്നത്. അങ്ങനത്തെ അടുപ്പുകൾക്കാണ് ചുൽഹ എന്ന് പറയുക. ഫൂക്ക് റഹീദി അപ്പോൾ അതിൽ മരക്കഷ്ണം വെച്ചിട്ട് കത്തിച്ചിട്ട് അതിനെ ഊതണം. ഫൂക്ക് എന്ന് പറഞ്ഞാൽ ഊതുക. നല്ല ഊതി കാറ്റ് കൊടുത്താലേ തീ നന്നായിട്ട് കത്തുള്ളൂ. അപ്പം അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇത് കത്തുന്നതിൻ്റെ കൂടെ റൂം നിറയെ പുക, സ്മോക്ക് നിറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അമ്മ ക്യാ ഗാന്ധിജി കൈ ജാ രഹേ ഹേ അപ്പോൾ പെട്ടെന്ന് ധനി അമ്മയോട് ചോദിച്ചു, അമ്മ ഗാന്ധിജി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഉസ്നെ പൂച്ച. ഖാസ്തേ ഹുയേ മാ ബോലി. ഖാസ്തേ എന്ന് പറഞ്ഞാൽ ചുമയ്ക്കുക. കാരണം റൂമിൽ മുഴുവൻ പുകയല്ലേ. അമ്മ പെട്ടെന്ന് ചുമച്ചുകൊണ്ട് പറഞ്ഞു, വേ സബ് യാത്ര പർ ജാ രഹേ ഹേ അവരെല്ലാവരും എങ്ങോട്ടോ ഒരു യാത്ര പോവുകയാണ്, അവരെന്തോ ഒരു ട്രാവൽ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. യാത്ര കഹാ ജാ രഹേ ഹേ അപ്പം ധനിയാകെ ഒരു അത്ഭുതത്തോടെ ചോദിക്കുക, യാത്രയോ, എങ്ങോട്ടാ പോകുന്നത്? ധനീനെ സവാൽ കിയ ധനി ചോദിച്ചു. സമുദ്ര കെ പാസ് കൈ അപ്പം അമ്മയ്ക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പം അമ്മ പറയാ സമുദ്ര കെ പാസ് കടലിൻ്റെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലമാണ്, അങ്ങോട്ടാണ് അവരെല്ലാവരും പോകുന്നത്. അബ് സവാൽ പൂച്ഛന ബന്ദ് കരോ ഓർ ജാവോ യഹാൻ സേ ധനി. അമ്മയ്ക്ക് ഇങ്ങനെ ചുമച്ചോണ്ട് അമ്മ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ധനി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം അമ്മ പെട്ടെന്ന് പറഞ്ഞു, ഇപ്പം നീ ചോദ്യം ചോദിക്കുന്നത് സവാൽ പൂച്ഛന ബന്ദ് കരോ, ചോദ്യം ചോദിക്കുന്നത് നിർത്തിയിട്ട് ഇവിടുന്ന് പെട്ടെന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. യഹാൻ സേ ജാവോ. അമ്മ ജറ ഗുസ്സേമേ ബോലി. അമ്മ കുറച്ചൊരു ദേഷ്യത്തോടെ പറഞ്ഞു, പേലെ മുझे ഖാന പക്കാനേ ദോ, ഞാൻ ആദ്യം ഭക്ഷണം ഉണ്ടാക്കട്ടെ, എന്നിട്ട് നിൻ്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കാം. ധനി സബ്ജി കി ക്യാരിയോം കെ തരഹ് നികൽ ഗയാ. സബ്ജി കി ക്യാരിയോം നമ്മൾ കിർമിച്ച് കി ഗേന്ദ് എന്നുള്ള ചാപ്റ്ററിലും ക്യാരിയോമിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് വരമ്പ് പോലെ തിരിച്ച് അതിലൊക്കെ പച്ചക്കറി നടുന്നതിനാണ് ക്യാരിയോ എന്ന് പറയുന്നത്. സബ്ജി കി ക്യാരിയോം കി തരഫ് ആ ഒരു ക്യാരിയോം ഉള്ള സ്ഥലത്തേക്ക് നികൽ ഗയാ അങ്ങോട്ട് നടന്നുപോയി. ജഹാം ബൂഡ ബിന്ദ ആലു ഖോദ് രഹാദ അവിടെ ബിന്ദ എന്ന് പറഞ്ഞൊരു പ്രായമായിട്ടുള്ള ഒരാൾ ആലു ഖോദ് രഹാദ ആലു കുഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആലു എന്ന് പറഞ്ഞാൽ പൊട്ടേറ്റോ മണ്ണിൻ്റെ അടിയിലല്ലേ ഉണ്ടാവുക. അപ്പോൾ ബിന്ദ അവിടെയൊക്കെ പച്ചക്കറിയൊക്കെ നടുന്ന ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പൊട്ടേറ്റോ ഒക്കെ കുത്തി കുഴിച്ച് എടുക്കുകയായിരുന്നു. ബിന്ദ ചാച്ച ധനി ഉസ്കെ പാസ് ബൈഠ് ഗയാ. ധനി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നു. ആപ് ഭി യാത്ര പർ ജാ രഹേ ഹേ ക്യാ? നിങ്ങളും യാത്ര പോകുന്നുണ്ടോ?
ബിന്ദ ने सिर हिलाकर मना किया. ബിന്ദ തല ഇളക്കിക്കൊണ്ട് നോ എന്നുള്ള ഭാവത്തിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു തല. ഉസ്കെ കുച്ച് ബോൾനെ സെ പെഹലെ, അതായത് നോ എന്നൊരു ആക്ഷൻ മാത്രമേ കാണിച്ചുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുന്നേ തന്നെ ബോൾനെ സെ പെഹലെ ധനീനെ ഉദാവ്ലെ ഹോക്കർ പൂച്ച. ധനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ധനി ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ചോദിച്ചു, കോൻ ജാ രഹേ ഹേ, കഹാൻ ജാ രഹേ ഹേ, ക്യാ ഹോ രഹാ ഹേ. ഫസ്റ്റ് ചോദ്യത്തിന് മേലെ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ബിന്ദാനെ ഗോദന റോക്ക് ദിയ ഓർ കഹ. ബിന്ദ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? പൊട്ടറ്റോ കുഴിക്കുകയായിരുന്നു. ആ ഗോദന റോക്ക് ദിയ, അങ്ങനെ കുഴിക്കലൊക്കെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, തുമാരെ സബ് സവാൽ കെ ജവാബ് ദൂങ്ക. നിന്റെ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ദൂങ്ക, തരാം. പക്ഷേ പെഹലെ ഇസ് ബക്കരി കോ ബാന്തോ. ഫസ്റ്റ് ഈ ഒരു ആടിനെ കൊണ്ടുപോയിട്ട് കെട്ടു, ബാന്തോ. മേരാ സാരാ പാലക് ചബാ രഹി ഹേ. ഞാനിവിടെ കുഴിച്ചിട്ടിരിക്കുന്ന പാലക് ചീരയൊക്കെ അത് ചബാ രഹി ഹേ, ചവച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. धनी बिन्नी को खींच कर ले गया और पास के नींबू के पेड़ से बांध दिया. ധനി ബിന്നീനെ വലിച്ചു കൊണ്ടുപോയിട്ട് അടുത്തുള്ളൊരു നീമ്പു എന്ന് പറഞ്ഞാൽ ഒരു ലെമണിൻ്റെ പേഡ്സേ ട്രീനോട് ബാന്ധ് ദിയ, കെട്ടിയിട്ടു. ഫിർ ബിന്ദാനെ ഉസെ യാത്രയ്ക്ക് ബാരെ മേ ബതായ. അതിനുശേഷം ബിന്ദ ഈ ഒരു യാത്രയെ പറ്റി നമ്മുടെ ധനിയോട് പറഞ്ഞു. गांधी जी और उनके कुछ साथी गुजरात में पैदल चलते हुए दांडी नाम के जगह पर समुद्र के पास पहुंचेंगे. പ്ലാൻ എന്താണ്? ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ കുറച്ച് സാത്തി, കൂടെയുള്ള ആളുകളും ഇവരിപ്പോൾ ഉള്ള സ്ഥലത്താണ് ഗുജറാത്തിൽ പെദൽ ചലത്തെ ഹുയേ. പെദൽ എന്ന് പറഞ്ഞാൽ നടന്നിട്ട് പോവുക, വണ്ടിയൊന്നും ഉപയോഗിക്കാണ്ട് നടന്നിട്ട് പോകുന്നതിനാണ് പെദൽ ചലത്തെ എന്ന് പറയാം. പെദൽ ചലത്തെ ഹുയേ ദാണ്ടി നാം കി ജഗഹ്. ദാണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ഗുജറാത്തിൽ തന്നെയുള്ള ദാണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് സമുദ്രക്കെ പാസ് പൗഞ്ചേങ്കെ. സമുദ്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു ബീച്ച് സൈഡൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ദാണ്ടി. അപ്പോൾ അവിടേക്ക് എല്ലാവരും കൂടി നടന്നു പോവാന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ചെറിയ ദൂരമേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും നടന്നു പോകുന്നതെന്ന്. അല്ല, ഇപ്പം അവർ നിൽക്കുന്ന അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദാണ്ടിയിലേക്ക് കുറേ ദൂരമുണ്ട്. എത്ര ദൂരമാണെന്നറിയോ? ഗാവോ ഓർ ഷെഹറോൻ സെ ഹോത്തെ ഹുയെ പൂരാ മഹിന ചലേങ്കെ. അതായത് ഗ്രാമത്തിലൂടെയും നഗരത്തിലൂടെയും ഒക്കെ സഞ്ചരിച്ച് 1 മാസം നടന്നു കഴിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. 1 month, 30 days. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ 30 days അവർ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് അവിടെ എത്തും. ദാണ്ടി പൗഞ്ച് വേ നമക് ബനായെങ്കെ. ദാണ്ടിയിൽ എത്തിയതിന് ശേഷം അവരെല്ലാവരും കൂടി അവിടെ നമക് എന്ന് പറഞ്ഞാൽ സോൾട്ട്, ബനായെങ്കെ സോൾട്ട് ഉണ്ടാക്കും. നമക്, പെട്ടെന്ന് ധനിക്ക് ആകെ ഒരു അത്ഭുതമായി. നമക്, ഉപ്പോ? ധനി ചോക്കർ ഉഡ്ബേട്ട, പെട്ടെന്ന് ഞെട്ടി എഴുതിച്ചുപോയി. അവിടെ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് പോകുന്നത് ഉപ്പുണ്ടാക്കാനാണോ? ഉപ്പോ എന്നുള്ളൊരു അത്ഭുതത്തോടെ ധനി പെട്ടെന്ന് ചോദിച്ചു. നമക് ക്യോं ബനായെങ്കെ? എന്തിനാ നമക്ക് ഉണ്ടാക്കുന്നത്? സോൾട്ട് എന്തിനാ ഉണ്ടാക്കുന്നത്? वो तो किसी भी दुकान से खरीदा जा सकता है. ഇവിടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയാലും നമുക്ക് ഉപ്പ് കിട്ടില്ലേ? പിന്നെ എന്തിനാ നമ്മൾ ഉപ്പ് അവിടെ പോയിട്ട് ഉണ്ടാക്കുന്നത്? എന്തിനാ? ഹാം മുझे മാലൂം ഹേ, ബിന്ദ ഹസ. എനിക്കറിയാം, ബിന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. पर महात्मा जी की एक योजना है. അപ്പോൾ ബിന്ദ പറഞ്ഞു, ഈ അടുത്ത ഷോപ്പിലൊക്കെ ഇത് കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ മഹാത്മാഗാന്ധിയുടെ ഒരു വലിയ പ്ലാനിങ് ആണ് ഇത്. ये तो तुम्हें पता ही है कि वह किसी बात के विरोध में ही यात्रा करते हैं या जुसूल निकालते हैं, है ना? അപ്പോൾ പറഞ്ഞു, മഹാത്മാഗാന്ധി എന്തിനോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ
അതിനോട് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ യാത്രകളും ജുസൂൽ എന്ന് പറഞ്ഞാൽ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാം, ഇപ്പം സമരം ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഓപ്പോസിഷൻ ഉണ്ടെങ്കിലാണ്. ബിൽക്കുൽ സഹി. അപ്പം ധനി പറഞ്ഞു, അത് ശരിയാണ്, മേ ജാൻതാ ഹൂം, എനിക്കറിയാം. वे ब्रिटिश सरकार के खिलाफ सत्याग्रह के जुलूस निकालते हैं जिससे कि उनके खिलाफ लड़ सके और भारत स्वतंत्र हो जाए. അപ്പോൾ പറഞ്ഞു, അതെ, എപ്പോഴും മഹാത്മാഗാന്ധി ഈ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമരം ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എതിരെ ചെയ്യുകയാണ്. അങ്ങനെയാണ് അവരെ തോൽപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യനെ സ്വതന്ത്രമാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ മഹാത്മാഗാന്ധി ഇങ്ങനെയാണ് ചെയ്യാറ്. യേ തോ സമജ്ദാരി വാലി ബാത് നഹി ഹേ. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതായത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നു. പക്ഷേ ഇപ്പം പറഞ്ഞ ഈ ഒരു കാര്യം, ഉപ്പുണ്ടാക്കുന്ന കാര്യം, ഇതൊരു സില്ലി കാര്യമല്ലേ? ഇത്ര സീരിയസ് ആയിട്ട് സമജ്ദാരി വല്ല ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട എന്തെങ്കിലും കാര്യമാണോ? ബിൽക്കുൽ ധനി. അപ്പോൾ ബിന്ദ ചാച്ച എന്താ പറഞ്ഞു കൊടുക്കുന്നത്? തീർച്ചയായും, ബിൽക്കുൽ ധനി. ക്യാ തുമേ പത്താ ഹേ കി ഹമേ നമക് പർ കർ ദേനാ പഡ്താ ഹേ. നിനക്കറിയോ, നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന നമക്കില്ലേ, സോൾട്ട് ഇല്ലേ, അതിന് നമ്മൾ കരം കൊടുക്കണം. കരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സോൾട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണം. ഏത് ഗവൺമെൻറ്റിനാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്. അച്ഛാ, ധനി ഹെറാൻ രഹ്ഗയാ. ആണോ? ധനി ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. ധനിക്ക് ചെറിയ കുട്ടിയല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. നമക്ക് ജറൂരത്ത് സബീക്കോ ഹേ. ഈ ഉപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇസ്കാ മത്ലബ് ഹേ कि हर भारतवासी गरीब से गरीब भी यह कर देता है. ഇത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു വസ്തുവാണ് ഉപ്പ്. അതായത് ഈ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും, പാവപ്പെട്ടവർ പോലും, തീരെ ഭക്ഷണവും ഒന്നും കഴിക്കാനില്ലാതെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത വളരെ കഷ്ടപ്പെടുന്ന പാവം ജനങ്ങൾ പോലും ഈ ഒരു കരം, ഈ ഒരു ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും. ബിന്ദ ചാച്ചാനെ ആകെ സംജായ. ബിന്ദ ചാച്ച ഇങ്ങനെ ധനിക്ക് നന്നായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടേയിരുന്നു. ലേക്കിൻ യഹ് തോ സരാസർ അന്യായ ഹേ. ധനിക്ക് ആങ്കോ മേ ഗുസ്സ ആയ. ഇത് കേട്ടപ്പോൾ ധനിക്ക് ആകെ ദേഷ്യം വന്നു. എന്നിട്ട് ദേഷ്യത്തോടെ പറയാ, യഹ് തോ സരാസർ അന്യായ ഹേ. ഇത് ഉറപ്പായിട്ടും അന്യായമാണ്, തെറ്റാണ് അവർ ചെയ്യുന്നത്. യഹ് അന്യായ ഹേ. അപ്പോൾ ബിന്ദയും പറയും, ശരിയാണ്, ഇതും വളരെ അന്യായമാണ്. ഇത്നാ ഹി നഹി ഭാരതീയ ലോകോങ്കോ നമക് ബനാനേക്ക് മനാഹി ഹേ. ഈ ഒരു ഉപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പെട്ട ജോലിയൊന്നുമല്ല, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്ക് ടാക്സ് കിട്ടാൻ വേണ്ടി, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവർ ഷോപ്പിലൊക്കെ നമുക്ക് വിൽക്കും. എന്നിട്ടോ എല്ലാ ഇന്ത്യക്കാരും അവിടുന്ന് തന്നെ വാങ്ങിക്കൊള്ളണം, അല്ലാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊന്നും പാടില്ല. നിർബന്ധിച്ച് പറഞ്ഞിരിക്കുക, മനാഹി ഹേ. അവർക്ക് ബാൻ ഉണ്ട്, അവരൊരിക്കലും ഇന്ത്യയിൽ സോൾട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്. മഹാത്മാജിനെ ബ്രിട്ടീഷ് സർക്കാർക്കോ കർ ഹട്ടാനെ കോ കഹാ. ബ്രിട്ടീഷ് സർക്കാരിനോട് മഹാത്മാഗാന്ധി കർ, ഈ ടാക്സ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഉന്നോനെ യഹ് ബാത്ത് ടുക്രാ ദി. അവർ ഈ കാര്യം കേട്ടതേ റിജക്റ്റ് ചെയ്തു. ഇല്ല, അതൊന്നും ഞങ്ങൾ ചെയ്തു തരില്ല എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞു. ഇസ്ലിയെ ഉന്നോനെ നിശ്ചയ കിയാ ഹേ. അപ്പം മുതൽ, അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി നിശ്ചയ കിയാ ഹേ, ഉറപ്പിച്ചിരിക്കുകയാണ്, കി വേ ദാണ്ഡി ചൽ കർ ജായേങ്കേ. ദാണ്ഡിയിലേക്ക് നടന്നു പോയിട്ട് ഓർ സമുദ്ര കി പാനി സേ നമക് ബനായേങ്കേ. സമുദ്രത്തിലുള്ള കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കും. നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഉപ്പൊക്കെ ഉണ്ടാക്കുന്നത്. കടൽ വെള്ളത്തിൽ നിറയെ ഉപ്പാണല്ലേ. എപ്പോഴെങ്കിലും വായിൽ വെച്ച് നോക്കിയിട്ടുണ്ടോ കടൽ വെള്ളം? അതിൽ നിറയെ ഉപ്പാണ്. അപ്പോൾ കടലിൻ്റെ കരയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉപ്പുണ്ടാക്കാൻ വേണ്ടി അവർ കള്ളിയായിട്ട് സ്ഥലം തിരിക്കും. എന്നിട്ട് കടൽ വെള്ളം അതിലേക്ക് കയറ്റി നിറച്ച് വെക്കും.
എന്നിട്ടോ നല്ല വെയിൽ വരുന്ന സമയത്ത് ചൂടുകൊണ്ട് വെള്ളം ഫുള്ളായിട്ട് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഉപ്പ് ക്രിസ്റ്റൽസ് ഒക്കെ അവിടെ ബാക്കിയാവും. ആ ഉപ്പുകൾ മൊത്തം കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ക്ലീൻ ചെയ്തിട്ട് ശേഷമാണ് പാക്ക് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പുകളിലൊക്കെ വരുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, നമ്മൾ നേരെ ദാണ്ഡി കടപ്പുറത്ത് പോവും, അവിടെ ഇതുപോലെ സെക്ഷനായിട്ട് സ്ഥലം തിരിച്ച് കടൽ വെള്ളം അതിലേക്ക് ആക്കി വെയിൽ കൊള്ളിച്ച് അത് ഉണക്കിയിട്ട് അതിൽ നിന്ന് ഞങ്ങളും ഉപ്പുണ്ടാക്കും എന്ന് തീരുമാനിച്ചു. एक महीने तक पैदल चलेंगे, धनी सोचकर परेशान हो गया. ധനിക്ക് ആകെ അത്ഭുതമായിപ്പോയി, ആകെ ടെൻഷനായിപ്പോയി. ഏക് മഹീനെ തക് പെദൽ ചലേങ്കെ, 1 മാസം മുഴുവൻ അടുപ്പിച്ചിങ്ങനെ നടക്കുമോ, നടന്ന് അവിടെ വരെ പോകാനോ 1 മാസമോ? ഗാന്ധിജി തോ തക് ജായെങ്കെ, ഗാന്ധിജി ആകെ ക്ഷീണിച്ചു പോകില്ലേ ഇങ്ങനെ 1 മാസം അടുപ്പിച്ച് നടന്നാൽ? വേ ദാണ്ഡി ബസ് യാ ട്രെയിൻ സെ ക്യോ നെയ് ജാ സക്തേ, അദ്ദേഹം എന്തിനാ നടന്നു പോകുന്നത്? ബസ്സോ ട്രെയിനോ എന്തെങ്കിലും കയറിയിട്ട് പോയാൽ പോരെ? क्योंकि यदि वे इस लंबी यात्रा पर दंडी तक पैदल जाएंगे तो यह खबर फैलेंगे. അപ്പോൾ ബിന്ദ എന്താ പറഞ്ഞത്? ക്യോങ്കി, കാരണം യദി വോ ഇസ് ലംബി യാത്ര പർ, ഈ ഒരു വലിയ യാത്രയിൽ ബസ്സിലോ ട്രെയിനിലോ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ യാത്രയല്ലേ, അതിനൊരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പർ ദണ്ഡി തക് പെദൽ ജായെങ്കെ, ദണ്ഡി വരെ നടന്നു പോവുകയാണെങ്കിൽ അത് വലിയൊരു ന്യൂസായി മാറും അല്ലേ? അഖ്ബാറോമേ ഫോട്ടോ ചപ്പേങ്കെ, ന്യൂസ് പേപ്പറിലൊക്കെ ഫോട്ടോ വരും ഈ ഒരു കാര്യത്തിൻ്റെ. റേഡിയോ പർ റിപ്പോർട്ട് ജായെങ്കി, അന്നത്തെ കാലത്ത് നമ്മുടെ മാതിരി വീടുകളിലെല്ലാം ടി വിയോ നമുക്ക് കയ്യിൽ മൊബൈലോ ഇൻ്റർനെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എങ്ങനെയാണ് വാർത്ത എല്ലാവരും അറിഞ്ഞുകൊണ്ടിരുന്നത്? റേഡിയോയിൽ ന്യൂസ് വരും, അല്ലെങ്കിൽ പത്രത്തിൽ ഫോട്ടോ വരും, ഇങ്ങനെയൊക്കെയായിരുന്നു. और पूरी दुनिया के लोग यह जान जाएंगी कि हम अपनी स्वतंत्रता के लिए लड़ रही है. ഇങ്ങനെ പത്രത്തിലും റേഡിയോയിലും ഒക്കെ ന്യൂസ് വരുന്ന സമയത്ത് ലോകം മുഴുവൻ, ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനുള്ള ആൾക്കാർ അറിയും, ഇന്ത്യയിലുള്ള ആൾക്കാർ സ്വതന്ത്രത കേലിയെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ലോകം മുഴുവൻ അറിയും. അങ്ങനെ അറിഞ്ഞാലോ, और ब्रिटिश सरकार के लिए यह बड़ी शर्म की बात होगी, ബ്രിട്ടീഷ് സർക്കാരിന് ഇത് വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഗാന്ധിജി ബഡേ ഹി അക്കൽമന്ദ് ഹേനാ, ഗാന്ധിജി വളരെ ബുദ്ധിമാനാണല്ലേ? അക്കൽമന്ദ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമാൻ അല്ലേ എന്ന് ചോദിക്കും. ധനിക്ക് ആങ്കേ ചമക്കി, ധനിക്ക് കണ്ണിലൊക്കെ നല്ല ആങ്കേം ചമക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി, അതാണ്. ഇതൊരു മുഹാവറയാണ്. ആങ്കേം ചമക്കി, ആങ്കേം ചമക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് വന്നു കണ്ണിൽ. ബിന്ദാനെ ഹസ്കർ കഹാ ഹാ വാ തോ ഹേ ഹേ, അപ്പോൾ ബിന്ദ എന്താ പറയുന്നത്? അത് ഉറപ്പായിട്ടും ഗാന്ധിജി വളരെ ബുദ്ധിമാനായ ആളാണ്. दोपहर को जब आश्रम में थोड़ी शांति छाई, धनी अपने पिता को ढूंढने निकला. ഉച്ചയൊക്കെ ആയപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ പോയി ശാന്തമായിരിക്കുന്ന സമയത്ത് ധനി അപ്പനെ പിതാക്കോ, ധനി അവൻ്റെ അച്ഛനെ ധൂണ്ടിനെ നികല, അച്ഛനെ തപ്പിക്കൊണ്ട് അച്ഛൻ എവിടെയാണ് ഉള്ളത് നോക്കാൻ വേണ്ടി പോയി. വ ഏക് പേട് കെ നീച്ചെ ബൈഠ്കർ ചർക്ക ഖാദ് രഹേ ഹേ, അച്ഛൻ എന്താ ചെയ്യുന്നത്? ഒരു മരത്തിൻ്റെ അടിയിലിരുന്നിട്ട് ചർക്ക ഇങ്ങനെ തിരിച്ചിട്ട് അതിൽ നിന്ന് നൂലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിതാജി ക്യാ ആപ് ഓർ അമ്മ ദണ്ഡി യാത്ര പർ ജാ രഹേ ഹേ, അച്ഛനോട് ചോദിച്ചു, അച്ഛാ അമ്മയും അച്ഛനും ദണ്ഡി യാത്രയിൽ പോകുന്നുണ്ടോ മഹാത്മാഗാന്ധിയുടെ കൂടെ? ധനീനെ സീതേ കാം കി ബാത് പൂച്ചി, ധനി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതിലേക്ക് വന്നില്ല, ഡയറക്റ്റ്ലി അങ്ങ് ചോദിച്ചു അച്ഛൻ്റെ അടുത്ത്, നിങ്ങൾ ദണ്ഡിയാത്രയിൽ പോകുന്നുണ്ടോ? മേ ജാ രഹാ ഹൂ തും ഓർ അമ്മ യഹീ രഹേഗേ, അച്ഛൻ എന്താ പറഞ്ഞത്? ഞാൻ പോകുന്നുണ്ട്, പക്ഷേ നീയും അമ്മയും ഇവിടെ തന്നെ ഈ ആശ്രമത്തിലിരിക്കും. മേ ബി ആപ്കെ സാത്ത് ചൽ രഹാ ഹൂ, ധനി പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ബേക്കാർ കി ബാത് മത് കരോ ധനി, ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും പറയാതിരിക്കൂ ധനി. തും ഇത്തന ലംബ നഹി ചൽ പാവുകേ,
നീ ഇത്ര ദൂരം നടക്കാൻ നിനക്ക് പറ്റില്ല. ആശ്രം കെ നൗജവാൻ ഹി ജാ രഹേ ഹേ. നൗജവാൻ എന്ന് പറഞ്ഞാൽ യങ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് അഡൽട്ടായിട്ട് യങ് ആയിട്ടുള്ള ആൾക്കാർ, കുട്ടികളൊന്നുമല്ല, അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഈ യാത്രയിൽ പോകുന്നുള്ളൂ. ധനീനെ ഹട്ട് പക്കഡ്ലി. मैं 9 साल का हूँ और आपसे तेज दौड़ सकता हूँ. ധനി ആകെ വാശി പിടിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ 9 വയസ്സുള്ളൊരു കുട്ടിയാണ്, അച്ഛനേക്കാൾ സ്പീഡിൽ തേജ് ദൗഡ് സക്താഹൂ, അച്ഛനേക്കാൾ സ്പീഡിൽ എനിക്ക് ഓടാനും പറ്റും. ധനി के पिता ने चरखा रोककर बड़े धीरज से समझाया. ധനിയുടെ അച്ഛൻ ചർക്ക ഉപയോഗിക്കുന്നത് മെല്ലെ നിർത്തിയിട്ട് ധീരജ് സെ സംജായ, നല്ല പേഷ്യൻസോടെ സമാധാനത്തോടെ സ്ലോ ആയിട്ട് ധനീനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. സിർഫ് വേ ലോഗ് ജായേങ്കെ ജിനെ മഹാത്മാ ജീനെ ഖുദ് ചുനാ ഹേ. അത് പിന്നെ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ല, കുറച്ച് ആൾക്കാർ, സിർഫ് ജോ ലോഗ്, അതായത് കുറച്ച് ആൾക്കാരെ മഹാത്മാഗാന്ധി തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്, അവർ മാത്രമേ പോകുന്നുള്ളൂ. ടേക്ക് ഹേ മേ ഉനീസെ ബാത് കരൂങ്ക. അപ്പോൾ ധനി പറഞ്ഞു, ഓക്കെ, ഞാൻ പോയിട്ട് മഹാത്മാഗാന്ധിനോട് തന്നെ നേരിട്ട് സംസാരിച്ചോളാം. വഹ് ജറൂർ ഹാ കഹേങ്കെ. മഹാത്മാഗാന്ധി എന്തായാലും എന്നോട് നീ കൂടെ വന്നോ എന്ന് പറയും. ധനി ഖഡേ ഹോക്കർ ബോല ഓർ വഹാൻ സെ ചൽ ദിയ. ധനി അവിടുന്ന് എണീച്ചുകൊണ്ട് പറഞ്ഞു, എന്നിട്ട് അവിടുന്ന് മെല്ലെ പോയി, വേറെ സ്ഥലത്തേക്ക് പോയി. ഗാന്ധിജി ബഡേ വ്യസ്ത രഹത്തെ ഥേ. ഗാന്ധിജി വളരെ ബിസി ആയിട്ടിരിക്കുകയായിരുന്നു. കാരണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു, കുറേ ചർച്ചകൾ നടത്തുന്നു. അപ്പോൾ ഗാന്ധിജി എപ്പോഴും ഭയങ്കര ബിസിയാണ്. ഉന്നെ അക്കേലെ പക്കഡ് പാന ആസാൻ നഹീ ഥാ. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, അക്കേലെ പക്കഡ് പാന എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കാണുക എന്ന് പറഞ്ഞാൽ ആസാൻ നഹീ ഥാ, ഈസി ആയിരുന്നില്ല. എപ്പോഴും കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. पर धनी को वह समय मामूल था जब उन्हें बात सुनने का समय होगा. പക്ഷെ ധനി എല്ലാ ദിവസവും ഇവിടെ തന്നെ താമസിക്കുന്ന ആളല്ലേ. അപ്പം ധനിക്ക് ഏകദേശം അറിയാം ഏത് സമയത്ത് പോയാൽ എനിക്ക് മഹാത്മാജീനോട് സംസാരിക്കാൻ പറ്റുന്നു. എപ്പോഴാ? റോജ് സുബ, ഡെയിലി മോർണിംഗ് വ ആശ്രമ മേ പേദൽ ഘൂംതേ ഥേ. എല്ലാ ദിവസവും രാവിലെ ആശ്രമത്തിൽ ഒറ്റയ്ക്ക് നടക്കാറുണ്ട്. അഗ്ലേ ദിൻ ജैसे ही सूरज निकला. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ധനി ബിസ്തർ ചോഡ്കർ ഗാന്ധിജി കോ ഢൂണ്ഡ്നെ നിക്ല. ഉറങ്ങിണീച്ചപാടെ തന്നെ ധനി വേഗം ബെഡിൽ നിന്നൊക്കെ വിട്ട് മഹാത്മാഗാന്ധിനെ തപ്പിപ്പോയി. വേ ഗോശാല മേ ഗായോം കോ ദേഖ് രഹേ ഥേ. അപ്പോൾ ധനി കണ്ടു ദൂരെ മഹാത്മാഗാന്ധി ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഗോശാല, ഗോശാല എന്ന് പറഞ്ഞാൽ പശുക്കളും ആടുകളും ഒക്കെ താമസിക്കുന്ന സ്ഥലം, അതിനാണ് ഗോശാല എന്ന് പറയുന്നത്. അവിടെ പശുക്കളെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു മഹാത്മാഗാന്ധി. ഫിർ വഹ് സബ്ജി കെ ബഗീച്ചെ മേ മട്ടർ ഓർ ബന്ദ് ഗോപി ദേഖ്തേ ഹുയെ ബിന്ദാ സെ ബാത് കർണേ ലഗെ. അതിനുശേഷം സബ്ജി കെ ബഗീച്ചെ, പച്ചക്കറികളുടെ തോട്ടത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ്, ഓർ ബന്ദ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബേജ്, ഇതിനൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ബിന്ദ ചാച്ച ഉണ്ടല്ലേ, ബിന്ദയോട് സംസാരിക്കുകയായിരുന്നു. ധനി ഓർ ബിന്നി ലഗാതാർ ഉൻകെ പീച്ചെ പീച്ചെ ചൽ രഹേ ഥേ. ധനി ഒറ്റയ്ക്കല്ല, ധനിയുടെ കൂടെ ബിന്നിയും കൂടി ഉണ്ട്. അവർ രണ്ടുപേരും മഹാത്മാഗാന്ധിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നു. अंत में लास्ट गांधी जी अपनी चौपटी की ओर चले. ഗാന്ധിജി അവരുടെ ആശ്രമത്തിലേക്ക്, ചോപ്പട്ടി എന്ന് പറഞ്ഞാൽ കുടിൽ, അങ്ങനെയാണ് ചോപ്പട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ അവർ അവരുടെ കുടിലിൽ താമസിക്കുന്ന ആശ്രമത്തിൻ്റെ അടുത്തേക്ക് വന്നു. ബരാന്തേ മേ ചർക്കേ കെ പാസ് ബൈഠ് കർ ഉന്നോനെ ധനി കോ പുക്കാര. വരാന്തയിൽ ഒരു ചർക്ക വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് അദ്ദേഹം ധനി കോ പുക്കാര എന്ന് പറഞ്ഞാൽ വിളിച്ചു. യഹാ ആവോ ബേട്ടാ, മോനെ ഇവിടേക്ക് വരൂ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ധനി ദൗഡ്കർ ഉൻകെ പാസ് പൗഞ്ച. ധനിക്ക് വേറെ എന്താ വേണ്ടത്? ഇതിനു വേണ്ടിയല്ലേ ധനി കാത്തിരുന്നത്. ധനി ദൗഡ്കർ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പൗഞ്ച എത്തി.
ബിന്നി ബി സാത്ത് മേ കൂദ്തി ഹുയി ആയി. ബിന്നിയും കൂടെ ചാടി വന്നു. തുമാര ക്യാ നാം ഹെ ബേട്ടാ? മഹാത്മാഗാന്ധി ചോദിച്ചു. മോൻ്റെ പേരെന്താ? ധനി ബാപ്പു. എൻ്റെ പേര് ധനി എന്നാണ്. ഓർ യേ തുമാരി ബക്രി ഹേ? ഇത് നിന്റെ ബക്രിയാണോ? ഇത് നിന്റെ ആടാണോ എന്ന് ചോദിച്ചു. ജി ഹാം, യേ മേരി ദോസ്ത് ബിന്നി ഹേ. ഇത് എൻ്റെ സുഹൃത്ത് ബിന്നിയാണ്. ജിസ്കാ ദൂദ് ആപ് റോജ് സുബഹ പീത്തെ ഹേ. ഇതിൻ്റെ പാലാണ് ബാപ്പുജി എന്നും രാവിലെ കുടിക്കുന്നത്. ധനി ഗർവ് സെ മുസ്കുരായ. ധനി ഭയങ്കര അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മേ ഇസ്കി ദേഖ്ഭാൽ കർത്താ ഹോ. ഇതിനെ നോക്കി വളർത്തുന്നത് ഞാനാണ്. ബഹുത് അച്ഛാ, ഗാന്ധിജീനെ ഹാത്ത് ഹിലാക്കർ കഹാ. ഓഹോ, വളരെ വെരി ഗുഡ്, വളരെ നല്ല കാര്യം. ഗാന്ധിജി കൈ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. अब ये बताओ धनी कि तुम और बिन्नी सुबह से मेरे पीछे क्यों घूम रहे हो? ഇനിയിപ്പോൾ നീ ഇത് പറയൂ, നീയും ബിന്നിയും രാവിലെ മുതൽ മേരെ പീച്ചെ, എൻ്റെ പിന്നാലെ എന്തിനാണ് കറങ്ങി നടക്കുന്നത്? മേ ആപ്സെ കുച്ച് പൂച്ച്നാ ചാത്താ ഹൂ. ധനി പറഞ്ഞു, എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ പിന്നാലെ വന്നത്. ധനി ദോടാ ഘബ്രായ, കുറച്ചൊന്ന് ടെൻഷനോടെ പറഞ്ഞു. ക്യാ മേ ആപ്കെ സാത്ത് ദാണ്ഡി ചൽ സക്താ ഹൂം? എനിക്ക് അങ്ങയുടെ കൂടെ ദാണ്ഡിയിലേക്ക് വരാൻ പറ്റുമോ? ഹിമ്മത്ത് കർക്കെ ഉസ്നെ കർ ഡാല. ധൈര്യം സംഭരിച്ച് ധനി പറഞ്ഞു, ഞാനും കൂടി വരട്ടെ നിങ്ങളുടെ കൂടെ ദാണ്ഡിയിലേക്ക്. ഗാന്ധിജി മുസ്കുരായേ. ഗാന്ധിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തും അഭി ചോട്ടെ ഹോ ബേട്ടാ. നീ ഇപ്പോൾ ചെറിയ കുട്ടിയാണ്. ദാണ്ഡി തോ ബഹുത് ദൂർ ഹേ. ദാണ്ഡി ഇവിടെ അടുത്തൊന്നുമല്ല, വളരെ ദൂരെയാണ്. സിർഫ് തുമാരെ പിതാ ജൈസെ നൗജവാൻ ഹി മേരെ സാത്ത് ചൽ പായേങ്കെ. നിന്റെ അച്ഛനെ പോലെയുള്ള യങ് ആയിട്ടുള്ള അഡൽട്ടായിട്ടുള്ള വലിയ ആൾക്കാർ മാത്രമേ എൻ്റെ കൂടെ വരാൻ പറ്റുള്ളൂ. മോൻ ഇപ്പം വളരെ ചെറുതാണ്, മോനിപ്പം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പർ ആപ് തോ നൗജവാൻ നഹി ഹേ. പക്ഷേ മഹാത്മാഗാന്ധി, നിങ്ങൾ യങ് ആയിട്ടുള്ള ആളല്ലല്ലോ, നിങ്ങളൊരു വയസ്സായിട്ടുള്ള ആളല്ലേ. അതാണ് ധനി ഉദ്ദേശിച്ചത്. ധനി ബോല, ആപ് നഹി തക് ജായെങ്കെ. നിങ്ങൾ ക്ഷീണിച്ചു പോവില്ലേ? മേ ബഹുത് അച്ഛേ സെ ചൽത്താ ഹൂ, ഗാന്ധിജീനെ കഹ. ഞാൻ വളരെ നന്നായിട്ട് നടക്കും, ഞാൻ ക്ഷീണിക്കില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. മേ ബി ബഹുത് അച്ഛേ സെ ചൽത്താ ഹൂ, ധനി ബി അട് ഗയാ. ധനിയും ഭയങ്കര വാശി പിടിച്ചിട്ടല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്, ഞാൻ നല്ലോണം നടക്കും, എനിക്കും ക്ഷീണമൊന്നും വരില്ല. ഹാ ടേക്ക് ബാത്ത് ഹേ. അത് ശരിയാണ്. കുച്ച് സോച്ച് കർ ഗാന്ധിജീനെ ബോല. കുറച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, മഗർ ഏക് സമസ്യ ഹേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അഗർ തും മേരെ സാത്ത് ജാओगी तो ബിന്നി കോ കോൻ ദേഖേഗാ? നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ബിന്നിയെ ആര് നോക്കും? ഇത്തനാ ചലനെ കെ ബാദ് മേ തോ കംസോർ ഹോ ജാऊंगा. ഇത്രയും നടന്നു കഴിയുമ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും. इसलिए जब मैं वापस आऊँगा तो मुझे खूब सारा दूध पीना पड़ेगा. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എനർജി കിട്ടാൻ വേണ്ടി എനിക്ക് കുറേ പാല് കുടിക്കേണ്ടി വരും. ജിസ്സേക്ക് മേരെ താക്കത്ത് ലോട്ടായേ. അത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ശക്തി തിരിച്ചു കിട്ടും. ഹൂ യേ ബാത് തോ ടീക് ഹേ. ബിന്നി തബി ഖാത്തി ഹേ ജബ് മേ ഉസേ ഖിലാത്താ ഹോ. ഇത് മഹാത്മാഗാന്ധി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ധനി വിചാരിച്ചു, ഇത് ശരിയായ കാര്യമാണ്. ബിന്നി തബി ഖാത്തി ഹേ. ബിന്നി എപ്പോഴേ കഴിക്കുള്ളൂ? ജബ് ഉസേ മേ ഖിലാത്താ ഹോ. ഞാൻ ഭക്ഷണം കൊടുത്താൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ബിന്നി കഴിക്കുള്ളൂ. ധനീനെ പ്യാർ സെ ബിന്നി ക സിർ സഹലായ. ഇതും പറഞ്ഞുകൊണ്ട് മെല്ലെ അതിൻ്റെ തലയിൽ തടവി കൊടുത്തു. ഓർ സിർഫ് മേ ജാൻതാ ഹൂം കി ഇസേ ക്യാ പസന്ദ് ഹേ. എനിക്ക് മാത്രമേ അറിയുള്ളൂ ഈ ഒരു ബിന്നിക്ക് എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്ന്. ബിൽക്കുൽ സഹി. तो क्या तुम आश्रम में मेरे लिए बिन्नी की देखभाल करोगे? മഹാത്മാഗാന്ധി ചോദിച്ചു. വളരെ ശരിയായ കാര്യമാണ്. നീ നോക്കിയാൽ മാത്രമേ ഇത് നന്നായി ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ നീ ഇവിടെ തന്നെ നിന്നിട്ട്
ആശ്രമത്തിൽ നിന്നിട്ട് എനിക്ക് വേണ്ടി ഈ ബിന്നിയെ നോക്കി വളർത്താമോ, നന്നായിട്ട് അതിനെ നോക്കാമോ എന്ന് മഹാത്മാഗാന്ധി ചോദിച്ചു. ഗാന്ധിജി പ്യാർ സെ ബോലെ, ഗാന്ധിജി സ്നേഹത്തോടെ ചോദിച്ചു, പറഞ്ഞു, ജി ഹാ കരൂങ്ക. പെട്ടെന്ന് ധനി പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. ധനി ബോല, ബിന്നി ഓർ മേ ആപ്ക ഇന്തസാർ കരേങ്കേ. ഞാനും ബിന്നിയും ഇവിടെ ആശ്രമത്തിൽ നിങ്ങൾ ദണ്ഡി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കാത്തു നിൽക്കും എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധി അപ്പോൾ നല്ല രീതിയിൽ കുട്ടിയെടുത്തെടുത്ത് പറഞ്ഞിട്ട് അവന് മനസ്സിലായി അവനിപ്പോൾ ആശ്രമത്തിലിരിക്കണം, മഹാത്മാഗാന്ധി തിരിച്ചു വരുമ്പോഴേക്ക് ബിന്നിയെ നന്നായി നോക്കണം എന്നൊക്കെ മനസ്സിലായി അല്ലേ. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മഹാത്മാഗാന്ധി ധനിയെ സമാധാനിപ്പിച്ചു. അതിനുശേഷം അവർ കുറേ പേര് ദാണ്ഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ ഉപ്പുണ്ടാക്കി സ്വന്തമായി സമരം ചെയ്തു. അതേപോലെയുള്ള പല പല സമരങ്ങളും സത്യാഗ്രഹവും ഒക്കെ നടന്നതിന് ശേഷം ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. എല്ലാ ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ നിന്ന് പോയിട്ട് മൊത്തം ഇന്ത്യക്കാരോട് തന്നെ ഭരിച്ചോളാനും നിങ്ങൾ തന്നെ നിങ്ങളുടെ രാജ്യം കെട്ടിപ്പടുത്തോളാനും പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയി. അതിനുശേഷം നമ്മളൊക്കെ താമസിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്ര രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.